ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പെരയിലെത്തി വീണ്ടും നമ്മളെ പഴയ പോലുള്ള ഡേ മൈ ലൈഫുകളൊക്കെ തുടങ്ങിയിരിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ദോശയാണ് കേട്ടോ. നമ്മൾ ദോശച്ചട്ടി ഉണ്ടല്ലോ, അത് വന്നന്ന് ഒരൊറ്റ ദിവസം മാത്രം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചത്. പിന്നെ ഞാൻ പുള്ളിക്കാരനെ തൊട്ടിട്ടേ ഇല്ല. അപ്പം ഇനി നമുക്കിങ്ങനെ വെള്ളെ ആളെന്ന് മയക്കി മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ചുടുമ്പോഴും ചിലപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ അതേ ദിവസത്തെ അതേപോലൊക്കെ തന്നെ ഇക്കാരം. പിന്നെ എൻ്റെ ചെടികളെ അവസ്ഥ ഒന്നും പറയണ്ട. റംസാൻ മാസം ആയതുകൊണ്ട് നോമ്പ് പോയിട്ട് ഓലും ഒരുവിധം വാടിക്കരഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ. ഓലക്കൊന്ന് നമുക്ക് ഇനി റിപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ദോശക്കുള്ള മാവ് അരച്ച ചീനിയെ ഇന്നത്തെ ദോശമാവ് ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പച്ചരിയിലല്ലേ ഉണ്ടാക്കുക, പക്ഷെ ഇന്ന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ചാക്കേരിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എങ്ങനെയുണ്ട് അപ്പം ശരിയായി കിട്ടോ എന്നുള്ളതൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ ഉഴുന്നെടുത്ത് അതിക്ക് ഞാൻ പച്ചരി ആണെന്ന് വ്യാജേന വിചാരിച്ച് കണ്ട് ഞാൻ ചാക്കേരി എടുത്തിട്ട് ഒഴിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഉയർന്നും അരിമ്പാടെ മിക്സ് ആയിപ്പോയി. അതിന് പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ അതൊരു പരീക്ഷണം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് വെള്ളത്തിലിടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഫസ്റ്റത്തെ ദോശ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ അലമ്പായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ. അന്ന് ഞാനൊന്ന് എണ്ണ പുരട്ടി വെച്ചതാണ് കേട്ടോ. ശരിക്കും ഇപ്പം ഇന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒന്നും കൂടി ഒന്ന് കഴുകി എണ്ണയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് സെറ്റാക്കി വെക്കായിരുന്നു. പക്ഷേ അല്ലെങ്കിലും നമുക്ക് ആ നേരത്തെ സമാധാനം തരുമ്പോഴാണല്ലോ ഒരു സമാധാനം ഉണ്ടാവുക. അപ്പം എന്തായാലും ഫസ്റ്റത്തെ ദോശ അങ്ങനെ ആയെങ്കിലും പിന്നെ ഞാൻ എന്താണ് 2-3 പ്രാവശ്യമൊക്കെ ചുട്ടപ്പോൾ ശരിയായിട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി വലിയ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കുന്നുണ്ട്. ഈ ദോശയൊക്കെ ആകുമ്പോൾ അത് ആ ചൂടോർക്കനെ കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ എനിക്കുള്ളത് തട്ടണമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ പെരക്കാർക്കുള്ളത് ഉണ്ടാക്കണമുണ്ട്. ഇതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം, അതാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ചിലവർക്ക് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുന്നത് കഴിക്കാനും ഇഷ്ടം. എനിക്കെന്താണാവോ ഈ പേപ്പർ പോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാൻ കിട്ടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചട്ടീൻ്റെ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തൊളിച്ചു കൊടുത്തിട്ട് നമ്മുടെ ദോശ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചട്ടിൻ്റെ ഒപ്പം കിട്ടുന്ന ചട്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ അമ്മക്ക് ഒരു ചട്ടി കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കോംബോ സെറ്റ് ചെയ്യുന്ന കേട്ടോ. ആ ചട്ടിയും ഈ ചട്ടിയും ഒരു കോംബോ സെറ്റായിട്ട് അങ്ങനെ 1800 രൂപ കണ്ടാണ് കേട്ടോ കണ്ടീനിയത്. അപ്പം ആ രീതിയിലാണ് കിട്ടിയിട്ടുണ്ട്. ചായ ഉണ്ടാക്കലും കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളൊന്നും വെച്ച് മുളി ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാനൊരു ഇത്തിരി പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇതിന്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് നീ കുട്ടി നീച്ച് വണ്ടി പോയിട്ട് മുല്ലപ്പൂവൊക്കെ പറിച്ചോണ്ട് നിൽക്കണം കേട്ടോ. ഇന്ന് 2 എക്സാം ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനും തീരുമാനിച്ചത്. SSLCന്റെ എക്സാം ഇല്ലതുകൊണ്ട് ഇടക്കും തലക്കൊക്കെയാണ് ഓൽക്കുള്ള എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അലക്കണ പരിപാടി അത് രാവിലെ തന്നെ കഴിച്ചെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അലക്കാനാണ് കേട്ടോ ഓടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് റാഹത്തായി. ഇനി വെയിലും കൊണ്ട് ഓലങ്ങോട്ട് ഉണങ്ങി ഇങ്ങോട്ട് ചൂടായിക്കോളും. അതിൻ്റെ അടുക്ക് അജുക്കുട്ടന് നമ്മൾ കുടിയിൽ നിന്ന് കൊണ്ടുവന്ന് വാങ്ങല്ലേ, അതിനൊന്നും ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഓൻ കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിന്റെ ബാക്കിതാ ഞാനൊരു പീസ് കഴിച്ചു നോക്കി, ഒടുക്കത്തെ പുളി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ഒരു പീസ് കഴിച്ച് അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിനില്ലേ കിച്ചണിലെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്. ചെടിച്ചട്ടികളൊന്നുമില്ല, ആ ഒരു ചെറിയ ചെടിച്ചട്ടിയില്ലേ അതൊന്ന് മാറ്റണേ. അപ്പൊ അയിത്തെ മണി പ്ലാന്റ് മാറ്റിയിട്ട് പുതിയൊരു മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വളർന്ന് വലുതായ ഒരു മണി പ്ലാന്റിന്റെ പൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് ഇതിലേക്ക് മാറ്റിയേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നോമ്പായതുകൊണ്ട് ഞാൻ ഇവലെ വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലാന്ന്. എന്റെ ശ്രദ്ധ ഒന്ന് കുറഞ്ഞു പോയി എന്ന് കണ്ടേക്ക് എന്റെ സെനിക്കൂട്ടൻ എന്ത് ചെയ്തു, അതൊന്ന് ആ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ അതിന് ഇങ്ങോട്ട് വലിച്ച് പറിച്ചിങ്ങോട്ട് എടുത്തിട്ട് അതിക്ക് നിറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഓനൊന്ന് കയറി എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ വാടി തുടങ്ങിയപ്പോഴാണ് എന്റെ ശ്രദ്ധ വന്നത്. എന്താ ഇതിങ്ങനെ ഈ ചെടി ഇങ്ങനെ പെട്ടെന്ന് വാടിയത് എന്നൊക്കെ നോക്കുമ്പോഴാണ് ഇത് പറിച്ചെടുത്തിട്ട് ചീച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് മാറ്റി റിപ്പോർട്ടൊക്കെ ചെയ്തു. പിന്നെ വന്ന് നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു. ഞാൻ നോമ്പായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കണതും അങ്ങനെ പിന്നെ വലിയ ക്ലീനിങ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മളെ തൽക്കണി 2 തട്ടൊക്കെ തട്ടി വെറുതെ റെഡിയാക്കി ഞാനിതാ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എന്നും ചെയ്യണ പോലത്തെ കുറച്ച് ക്ലീനിങ് ഒക്കെ, ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുക. പിന്നെ ഈ ടേബിളിൽ വല്ലാണ്ട് വന്ന് കുത്തിരിക്കലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും മക്കൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് തേമ്പിയിട്ടൊക്കെ പൊടി ചളിയൊക്കെ ആക്കണതാണേ. ഞങ്ങൾ അടുക്കളയിലത്തെ കിച്ചണിൽ തന്നെയാണ്, ആ ഒരു ടേബിൾ മേലെ തന്നെയാണ് അടുക്കളയിലത്തെ കിച്ചണേ. എന്താ പറയാ, അക്ഷരപിശാചിന്റെ കൂടപ്പറപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ പേശകളൊക്കെ വരുന്നതാണ്.
അടുക്കളയിലത്തെ ടേബിൾ മേലാണ് കേട്ടോ നമ്മൾ മിക്കവാറും ഇരിക്കല്. പിന്നെ ഞാനൊന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പ് കത്തിച്ച് ചോറിയും പറഞ്ഞല്ലോ. ഇതുവരെ ഞാൻ ഉടായ്പ് കാട്ടിയിട്ട് ഗ്യാസുമ്മ തന്നെയാണ് പരിപാടി. പക്ഷേ ഗ്യാസ് ഒരു കുറ്റി കഴിഞ്ഞിക്കണ് കേട്ടോ. ഇനി മറ്റേ കുറ്റി ഞാനിപ്പോൾ വെച്ചിക്കണ്. അപ്പം എനിക്കൊരു ബേജാറുണ്ട്, പഠിച്ചോനെ ഇനിയിപ്പോൾ ആ കുറ്റി കഴിയോ, ഇനിയിപ്പോൾ അടുത്ത കുറ്റിക്ക് ബുക്ക് ചെയ്താൽ എന്ന് കിട്ടും എന്നൊക്കെ ഞാൻ ഭയങ്കര ആശങ്കയിലാണ് കേട്ടോ ഞാൻ. അപ്പൊ എന്തായാലും ഇനി അധികം നമ്മൾ അടുപ്പും കെറ്റിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പൊ എന്തായാലും അടുപ്പത്ത് ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിക്കണേ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ, ഈ ഒരു സാധനം കുറേ ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. ഇതെന്താണെന്നറിയോ, നമ്മളെ നാത്തൂന് ലേഹം അറിയില്ലേ, അന്നുമ്മ കുറച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് എനിക്ക് തന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ അത് ഞാൻ കൊണ്ടുവന്ന് അന്നങ്ങോട്ട് ഫ്രിഡ്ജ് കയറ്റിയതാണേ. പിന്നെ ഞാനത് തൊട്ട് നോക്കിയിട്ടില്ല. എനിക്കൊരു ബേജാറുണ്ട് ഇനിമേ ഇത് കേട് വരുമോ എന്നുള്ളത്. ഇത് കേട് വന്നതും പൂപ്പൽ വന്നതൊന്നും അല്ലേ, അതിന്റെ നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യിന്റെ കളറാണ് കേട്ടോ ആ ഒരു പച്ച കളർ കാണുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അതങ്ങനൊന്നും കേട് വരൂല, അത് ഇജ്ജ് കൈയിട്ടെടുക്കുക ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി, ആവശ്യമാകുമ്പോൾ മാത്രം എടുത്ത് പുറത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഉമ്മ പറഞ്ഞ പോലെ തന്നെ അത് പെട്ടെന്നൊന്നും കേടുന്നിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഹാർഡായി കേട്ടോ, ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട്. അപ്പൊ ഞാനതൊന്ന് ചൂടാക്കി ഒന്ന് കട്ടിയൊക്കെ കുറച്ച് ഒന്ന് സെറ്റാക്കി എടുത്തുക്കണം. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ കുറേശ്ശെ കഴിക്കുവേ. എനിക്കാണെങ്കിലുണ്ടല്ലോ, എനിക്കായിട്ട് ഉണ്ടാക്കുമല്ലോ പ്രസവിച്ചെടുക്കുമ്പോ, അപ്പൊ കുറേ അധികം ഉണ്ടാകുമ്പോ അപ്പൊ അത് കാണുമ്പോ അത് കഴിക്കാൻ വലിയൊരു ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ബീരി കാരണം. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, കിട്ടാത്ത സാധനങ്ങൾക്കാണല്ലോ നമുക്ക് ബീരി കൂടുതൽ. അപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ പ്രസവിച്ചെടുക്കുമ്പോ ഒരു ഇത്തിരി കിട്ടിയാൽ അതിന് ഭയങ്കര ഇതേക്കാരം കേട്ടോ, ഭയങ്കര ഒരു കൊതികാരം തിന്നാൻ. അങ്ങനെ ഞാനൊന്ന് കൊതി മൂത്ത് ഈ ചൂടാക്കിയതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഞാനും കുഞ്ഞുട്ടിയും ചിലപ്പോൾ അത് കഴിക്കൂട്ടോ മരുന്ന്. കുഞ്ഞുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വൈകുന്നേരത്ത് വന്നിട്ട് കുഞ്ഞുട്ടിക്കും കുറച്ച് ചൂടാക്കി കൊടുക്കും. നോമ്പായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും അയിമക്ക് വല്ലാണ്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുക്കാഞ്ഞത്. ഞാൻ പ്രസവിച്ചിരുന്ന സമയത്തേ ഈ മരുന്നൊക്കെ വീഡിയോയിൽ കാണിച്ചപ്പോ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്തുകൂടെ, ഉമ്മ ഉണ്ടാക്കിയാണ്ട് അതിങ്ങനെ സെയിലാക്കി കൂടെ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് ഉണ്ടാക്കല് നിങ്ങൾക്ക് അറിയാലോ, ഒരു 5-6 മണിക്കൂർ നേരത്തെ പ്രോസസ്സിംഗ് ആണ്. അപ്പം അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആ വക പണിയൊന്നും നിൽക്കാത്തത് കേട്ടോ. പറഞ്ഞെത്തിയപ്പോൾ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന തിരക്കിലായി പോയിട്ടാ. അപ്പൊ ഉണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങയിലും കറിയാണ് കേട്ടോ. അപ്പോഴാണ് മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചേ ഈ ലേയൊന്നും ഓൽക്ക് ചെറിയൊരു ബോള് പോലെ ആക്കിയിട്ട് കൊടുത്തു നോക്കാം. ഓല് കഴിക്കൊന്നുമില്ല കേട്ടോ. രണ്ടാള് 3 ആൾക്ക് കൊടുത്തിട്ടും ഓല് കഴിച്ചതൊന്നുമില്ല കേട്ടോ. ഓൽക്ക് അതിന്റെ ആ ഒരു സ്മെല്ല് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷെ കണ്ടപ്പോ വല്ല മുട്ടായിയാണെന്ന് വിചാരിച്ചിട്ടൊക്കെ ആദ്യം ഇങ്ങനെ നോക്കിയേ. പക്ഷേ സെൻകുട്ടനെ അതൊന്ന് വായിൽ വെച്ചിട്ട് എനിക്ക് തന്നെ തന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഓൽക്ക് 2 ആൾക്കും അതൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പരിപ്പൊക്കെ ഒന്ന് കഴുകി കുക്കറിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ മുരിങ്ങയിലൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കണേ. പരിപ്പിക്ക് പിന്നെ പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ മീന് കുറച്ച് മസാല പൊരട്ടിച്ചേണ്ടേനി കേട്ടോ. അപ്പൊ അതൊന്ന് പൊരിച്ചെടുക്കണേ. അപ്പോൾ ഇത് തൂതമീനുണ്ടല്ലോ, അതിന് വേറെന്താ പേര് പറയാ എനിക്കറിയില്ല. അപ്പൊ ആ മീനാണ് കേട്ടോ. അപ്പൊ അത് ഇവിടെ കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമല്ല, ബാക്കിയുള്ളവർക്കും ഇഷ്ടമാണ്. പിന്നെ വാങ്ങിയ സമയത്ത് അത് മാത്രമേ ഉള്ളൂ ഇനി കേട്ടോ. പിന്നെ മീനൊക്കെ കൂട്ടാനിങ്ങനെ കൊതി മൂത്ത് മുട്ടി നിൽക്കേനി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ റമദാൻ്റെ ഒരു മാസം മീൻ വാങ്ങുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ. മീൻ ഞങ്ങൾ വർജിക്കാറില്ല. റമദാൻ മാസം ഞങ്ങൾക്ക് മീൻ അലർജിയാണ്. പക്ഷേ റമദാൻ മാസം കഴിഞ്ഞങ്ങോട്ട് പിന്നെ നമുക്ക് മീനില്ലാണ്ട് വെക്കാൻ പറ്റൂല. ഇറച്ചിയും അതും ചിക്കനൊന്നും ഇല്ലെങ്കിലും ഒരിത്തിരി മീൻ കണ്ടും കിട്ടിയാലും നമുക്ക് സമാധാനമാണ്. അപ്പൊ ഞാൻ മീൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടേനി കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മീൻ കഴിക്കാനൊന്നും അല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ മത്തി കിട്ടണം, എന്നിട്ട് അതൊന്നും മുളകിട്ടെന്ന് ചോറിൽ കൂട്ടി കുഴച്ച് കഴിക്കാനൊക്കെയാണ് കേട്ടോ എനിക്കുള്ള കൊതി. അപ്പൊ നമുക്ക് പരിപ്പറി ഉണ്ടാക്കി എടുക്കാം. അപ്പൊ നമ്മളെ ചട്ടി ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ കഴുകിയിട്ട് വെള്ളം തുടക്കാതെ വെച്ചിൻ്റെതാണ് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം തുടച്ച് വെക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെക്കുക. അത് രണ്ടും ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് തേച്ച് വരച്ച് കഴുകിയിട്ട് ഒന്ന് എണ്ണ വരറ്റി കൊടുത്താൽ നമ്മൾ ചട്ടി സെറ്റ് ആവും കേട്ടോ. അപ്പൊ ഞാനിതാ ഇന്നലെ അതേപോലെ ചെയ്ത് വെച്ചതേനി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലാണ് നമ്മള് പരിപ്പ് കറി ഉണ്ടാക്കല്. ഈ ചട്ടിന് കിട്ടിയതിനു ശേഷം പിന്നെ എനിക്ക് എല്ലാത്തിനും ഇവ മതി എന്നുള്ളിടത്തോളം ആയിക്കോട്ടെ കേട്ടോ. ഇത് നമുക്കൊരു ഒതുങ്ങിയ ചട്ടിയാണ്, എല്ലാതും ഉണ്ടാക്കാനും പാകത്തിന്. അപ്പൊ എനിക്ക് ആ ഒരു ഒതുക്കുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പൊ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നേക്ക് ഞാൻ വെള്ളത്തിന് പാകാക്കിയിട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിക്കണത്. പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ.
പിന്നെ അതിക്ക് നമ്മളെ ഊരി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. ഫസ്റ്റത്തെ ഒരു നോമ്പിനെ എനിക്ക് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഞാൻ വല്ല പപ്പടം താളിപ്പ്, തക്കാളി താളിപ്പ് അങ്ങനെ വല്ലതും, പിന്നെ ചിലപ്പോൾ വല്ല വെണ്ടക്ക മുളക് ഇട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇടക്കും തലക്കും ഓട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ. പിന്നെ ഈ ഇലക്കറികളാവുമ്പോൾ അത് കടുകിടുന്നതിലേറെ നല്ലത് ഒന്ന് തൂമിച്ചെടുത്തിട്ട് ഒഴിക്കണതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. എനിക്കങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ഉള്ളിലേക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ കറിവേപ്പില ചേർത്തിട്ടൊന്നുമില്ല, ഓൾറെഡി ഇലക്കറിയാണ്. അപ്പം എന്തായാലും കറിയൊക്കെ റെഡിയായി. പിന്നെ അതാ നല്ല മൃഷ്ടാനും ഉച്ചയൂണൊക്കെ പാസ്സാക്കിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.